ക്ലൈമാക്സ് സിനിമാസിൻ്റെ മറ്റൊരു തിയേറ്റർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീം ക്ലൈമാക്സ് ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലുള്ള പെരുമ്പാവൂരാണ്. ഇവിടെയാണ് നമ്മുടെ ടീം വിഷ്ണു സാറിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ക്ലിപ്ഷിൻ്റെ 5.1.2 പാക്കേജിൽ തീർത്ത ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ ഒരുക്കിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു തിയേറ്ററിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ ഡിസൈനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. കാണുമ്പോൾ തന്നെ വളരെ മിനിമൽ എന്നാൽ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു തിയേറ്ററിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ട്രൈ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു തിയേറ്ററിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. രണ്ട് വാൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. തൊട്ട് ബാക്കിലേക്ക് കാണുന്ന ക്രീം ഷെയ്ഡ് നമ്മുടെ സൈഡ് വാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സീലിംഗ് വഴി വന്ന് ഇപ്പുറത്തെ വാളിൽ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. തൊട്ട് ബാക്കിലേക്ക് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്ക് വാളിൽ നമുക്ക് കാണുന്ന ആ ഒരു സെയിം ബ്രൗൺ ഷെയ്ഡിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇനി സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ സീലിംഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ടോൺ ആണ്. അത് ഈ ടോട്ടൽ ഈ ഒരു ആംബിയൻസിനെ ഒന്ന് മാറ്റി കൂട്ടാൻ സഹായിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ രണ്ട് കളറും ബ്രൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഒന്ന് കോൺട്രാസ്റ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് പൊസിഷനിൽ നമ്മൾ ഈ ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഡിസൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഗോൾഡൻ സ്ട്രൈപ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതൊരു റിച്ച് പ്രീമിയം ഒരു എലഗൻ ലുക്ക് തന്നെയാണ് ഈ ഒരു തിയേറ്ററിന് സമ്മാനിക്കുന്നത്. ഇതിനെല്ലാം തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഫ്ലോറിൽ അക്വസ്റ്റിക് കാർപ്പറ്റ് കൊടുത്തിട്ടുള്ളൂ. ഈ കാണുന്ന മോട്ടറൈസ്ഡ് റിക്ലൈനർ ചെയർസ് കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 6 മോട്ടറൈസ്ഡ് റിക്ലൈനർ ചെയർസ് ആണ്. അതും ആ ഒരു കളർ ഈ ഒരു ടോട്ടൽ ഡിസൈനെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ്. ഈ ഒരു റിക്ലൈനറെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലൈമാക്സിന്റെ ഓൺ ബ്രാൻഡ് ഹഷോസിന്റെ മോട്ടറൈസ്ഡ് റിക്ലൈനർ ചെയർസ് ആണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു തിയേറ്ററും ഇപ്പം മൂവി കാണാൻ മാത്രമല്ല, അല്ലാത്ത പക്ഷം ഒന്ന് ഇരുന്ന് സംസാരിക്കാനായാലും അല്ലെങ്കിൽ ഒന്ന് ബുക്ക് റീഡ് ചെയ്യാനായാലും കൂടിയായാലും ഈ ഒരു ആംബിയൻസ് നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കോസി അറ്റ്മോസ്ഫിയർ നമ്മളെപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതിന് പങ്കുവഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ആ റൂമിൻ്റെ ടോട്ടൽ ലൈറ്റ് സോഴ്സ് ആണ്. ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സൈഡ് വാൾസിലായിക്കോട്ടെ റിസസ്ഡ് വാൾ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി നമ്മൾ നോക്കി കണ്ണിലേക്ക് തട്ടാത്ത രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗിലായിക്കോട്ടെ ഈ പറഞ്ഞ പോലെ തന്നെ 1 വാട്ട് LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിയേറ്ററിൻ്റെ ടോട്ടൽ ആംബിയൻസിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിക്കാണ് ഈ കാണുന്ന ലൈറ്റുകളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. അത് ഈ ഒരു തിയേറ്ററിനെ ഒരു പ്രീമിയം ലെവലിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സൈഡ് വാളിൽ ഗോൾഡൻ സ്ട്രിപ്സിനൊപ്പം തന്നെ നമ്മൾ ബ്ലാക്ക് സ്ട്രിപ്സും കൊടുത്തിട്ടുണ്ട്. അത് ടോട്ടലി നമുക്ക് നോക്കുമ്പോൾ തന്നെ ആയാലും ഒരു പ്രീമിയം ഫീലാണ് എന്തുകൊണ്ടും ഈ ഒരു തിയേറ്റർ നമ്മൾ സമ്മാനിക്കുന്നത്. എൻ്റെ പേര് വിഷ്ണു, ഇത് സൗമ്യ. ഞങ്ങൾ പെരുമ്പാവൂരാണ് സ്വദേശം. ഞങ്ങൾ ഈ വീട് പണിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2018-ലാണ്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു തിയേറ്ററിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചോ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു തിയേറ്റർ റൂം ഒന്നും ചെയ്തിരുന്നില്ല. പിന്നീട് ഈ കോവിഡ് ടൈമിലായി കഴിഞ്ഞ സമയത്ത് നമ്മൾ വെറുതെ ഇരുന്ന സമയത്ത് ഈ സിനിമകളെ കാണാൻ തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു തിയേറ്റർ റൂമൊക്കെ വേണം എന്നൊക്കെ ഒരു ചിന്ത വന്നത്. അപ്പോൾ ആ സമയത്ത് ഇരുന്ന സമയത്ത് ഞങ്ങൾ വെറുതെ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ട സമയത്ത് ഒരുപാട് തിയേറ്റർ റൂംസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ആരെ കോൺടാക്ട് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ക്ലൈമാക്സ് സിനിമാസ് നമ്മൾ കണ്ടു. ക്ലൈമാക്സ് സിനിമാസ് മാത്രമല്ല വേറെയും ഒരുപാട് പാർട്ടികളെ കണ്ടു, പലരെയും വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യം ക്ലൈമാക്സ് സിനിമാസിൽ അനന്തു, ഷാബിൻ അവരെയൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്തു. അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരെയും നമ്മൾ കോൺടാക്ട് ചെയ്തെങ്കിലും ആദ്യമായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വന്നത് ക്ലൈമാക്സ് സിനിമാസ് ആയിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ നമ്മുടെ വീടെല്ലാം ഓരോ ആംഗിൾസൊക്കെ നോക്കി. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പോസിബിലിറ്റീസ്, ഒരു തിയേറ്റർ റൂം പണിയാനുള്ള പോസിബിലിറ്റീസ് അതിനകത്ത് കുറവായിരുന്നു. പിന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവർ തന്നു. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ടോപ്പിൽ ഫസ്റ്റ് ഫ്ലോറാണ്, അപ്പോൾ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡിസൈൻ അവർ തരികയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തു. അതിനോടൊപ്പം തന്നെ ക്ലൈമാക്സ് സിനിമാസ് അനന്തുവൊക്കെ സജസ്റ്റ് ചെയ്ത പോലെ ഒരു ഡയമെൻഷൻസിൽ നമ്മൾ ഇങ്ങനെ പണിതാണ് ചെയ്തത്. ആക്ച്വലി നമ്മൾ ക്ലൈമാക്സ് സിനിമാസിനെ കോൺടാക്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 ഇയേഴ്സിൻ്റെ ഇടയിൽ എടുത്തു നമ്മൾ ഇത്രയും ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ 2 ഇയേഴ്സിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലൈമാക്സ് സിനിമാസിനെ നമ്മൾ കോൺടാക്ട് ചെയ്തെങ്കിലും നമ്മളൊരു ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺടാക്റ്റോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവർ റെഗുലർലി നമ്മളോട് ഒരു ടച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അറ്റ്ലീസ്റ്റ് ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ആക്ച്വലി നമ്മൾ പലരെയും നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു, പലരും നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ ആരും ഒരു കൺസിസ്റ്റൻസി നമുക്ക് തന്നിരുന്നില്ല നമ്മളോട് ഒരു അപ്രോച്ചിൻ്റെ കാര്യത്തിലൊന്നും. അതിനുശേഷം വീണ്ടും ഷബിനിവിടെ വരികയും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിയർ ബൈ വർക്കുള്ള സമയത്തൊക്കെ ഇവിടെ വരികയും നോക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഈ ഒരു 2 ഇയേഴ്സ് ഗ്യാപ്പിലാണെന്ന് ഓർക്കണം. അപ്പോൾ അത്രയും നാൾ നമ്മളോട് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളോട് ഒരു കോൺടാക്ട് വെച്ചിരുന്നു. ഈ കാണുന്ന തിയേറ്റർ ആക്ച്വലി നമ്മുടെ വിഷ്ണു സാറിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഈ പറഞ്ഞ പോലെ തന്നെ റൂഫിംഗ് ചെയ്ത് അതിനടിയിലായിട്ട് ACC ബ്ലോക്ക് വെച്ച് ഒരു റൂം കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഈ കാണുന്ന മനോഹരമായ തിയേറ്റർ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഒരു ബീം കാണാൻ സാധിക്കും.
ആ ബീം അടക്കം നമ്മൾ ഡിസൈനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ കാണുന്ന ഒരു ഷേപ്പിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ ഡയമെൻഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 19 അടി നീളവും അതേപോലെ 11.5 അടി വീതിയുമാണ് ഈ ഒരു തിയേറ്ററിന് വേണ്ടി നമ്മൾ സ്പേസ് എടുത്തിട്ടുള്ളത്. സീലിംഗ് ഓൾറെഡി അലുമിനിയം സീലിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ വി ബോർഡിൻ്റെ പാർട്ടീഷൻ ചെയ്ത് മുകളിൽ അക്വസ്റ്റിക് മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ടാണ് ഫൈനലി ഈ കാണുന്ന അക്വസ്റ്റിക് ഫിൽഡ് ഫാബ്രിക് ആയിട്ടുള്ള ഫൈനൽ ലെയർ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സൈഡ് വാൾസിലായിക്കോട്ടെ ഈവൻ ബാക്ക് വാളിലായിക്കോട്ടെ എല്ലാ വാളിലും ഈ പറഞ്ഞ പോലെ അബ്സോർപ്ഷൻ വേണ്ട സ്ഥലത്ത് അബ്സോർപ്ഷൻ, ഡിഫ്യൂഷൻ വേണ്ട സ്ഥലത്ത് ഡിഫ്യൂഷൻ മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സൗണ്ടിനെ ബാക്കി ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എസ്തെറ്റിക്കലിയും ഓക്കെയാണ്, നമുക്ക് സൗണ്ടിനും വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് സൗണ്ടും ഓക്കെയാണ്. തിയേറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഈ യൂട്യൂബിൽ മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷാബിനുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ കുറച്ച് സൈറ്റ് വിസിറ്റ്സ് അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇത്രയൊക്കെ ഓപ്ഷൻസ് ഇതിനകത്ത് പോസിബിൾ ആണ്, അപ്പോൾ ഇതിലേതൊക്കെ നമുക്ക് ആപ്ലിക്കബിൾ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ഷാബിനുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കളർ തീംസും ഇതിലേക്ക് വന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായതുപോലെ ഈ പറയുന്ന പാട്ടിന് വേറെ, മൂവീസിന് കാണാൻ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, ഇതെല്ലാം അവർക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു കൂടുതൽ ടേസ്റ്റ് മൂവീസ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു വീക്കെൻഡ് എത്തിക്കഴിഞ്ഞാൽ ഒരു ഫ്രൈഡേ നൈറ്റിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ഈ തിയേറ്ററിലേക്ക് വരുന്നു. ഫാമിലിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ പുറത്ത് തിയേറ്ററിൽ പോകുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. നമുക്ക് ഇതാണ് കൂടുതലും ഇപ്പോൾ സന്തോഷം. എല്ലാ OTT ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാം അതിനകത്ത് അവൈലബിൾ ആണ്. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു തിയേറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്ന എക്യുപ്മെൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ക്ലിപ്ഷിൻ്റെ ഒരു 5.1.2 സ്പീക്കർ പാക്കേജാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള റൂമായതുകൊണ്ട് നമ്മൾ ത്രോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കേഴ്സാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ക്ലിപ്ഷിൻ്റെ R600F എന്ന് പറയുന്ന ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കറാണ് നമ്മൾ ഫ്രണ്ടിൽ ലെഫ്റ്റും റൈറ്റും കൊടുത്തിട്ടുള്ളത്. അതിന് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്യുവൽ 6.5 ഇഞ്ച് സെറാമെറ്റാലിക് കോൺ വൂഫേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 34 ഹെർട്സ് മുതൽ 25 കിലോ ഹെർട്സ് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലിപ്ഷിൻ്റെ നല്ലൊരു മോഡൽ തന്നെയാണ് R600F എന്ന് പറയുന്നത്. നമ്മൾ സെൻട്രൽ ചാനലിലേക്ക് നോക്കുകയാണെങ്കിൽ R50C എന്ന് പറയുന്ന ഒരു സെൻട്രൽ ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ഡ്രൈവ് വരുന്ന ക്ലിപ്ഷിൻ്റെ സെയിം സീരീസിൽ തന്നെ വരുന്ന സ്പീക്കറാണ് സെൻട്രൽ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സൈഡ് സറൗണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിപ്ഷിൻ്റെ R40M എന്ന് പറയുന്ന ബുക്ക്ഷെൽഫ് സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ നമ്മൾ ക്ലിപ്ഷിൻ്റെ തന്നെ CS16C2 എന്ന് പറയുന്ന ഒരു സ്പീക്കർ നൽകിയിട്ടുണ്ട്. സബ്വൂഫറായിട്ട് നമ്മളോട് കൊടുത്തിട്ടുള്ളത് ഡെഫിനിറ്റി ടെക്നോളജി DN10 എന്ന് പറയുന്ന ഒരു 10 ഇഞ്ച് സബ്വൂഫറാണ്. ഈ ഒരു സബ്വൂഫറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പാസീവ് റേഡിയേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ബേസ് റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്ക് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആയി കിട്ടും. ഇതിന്റെ ബേസ് റെസ്പോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 28 ഹെർട്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ പറയുന്ന നമ്മുടെ ഈ 19-11 റൂമിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഏത് സീറ്റിംഗ് പൊസിഷൻ ഇരുന്നാലും നമുക്ക് ആ ഒരു സബ്വൂഫറിന്റെ ഇമ്പാക്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പീക്ക് കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500 വാട്ട്സ് ആണ് ഇതിന്റെ പീക്ക് കപ്പാസിറ്റി പറയുന്നത്. ഈ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിലേക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബെൻക്യൂന്റെ 4K പ്രൊജക്റ്റാണ്. അതിന്റെ മോഡൽ നോക്കുകയാണെങ്കിൽ ബെൻക്യൂ TK700. ഈ ഒരു പ്രൊജക്ടറിലെ വിഷ്വൽസ് നമ്മളെ കാണാൻ സഹായിക്കുന്ന എലൈറ്റിന്റെ 135 ഇഞ്ച് വരുന്ന സേബിൾ ഫ്രെയിം സീരീസിൽ വരുന്ന സ്ക്രീനാണ്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ പറഞ്ഞ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ സ്പീക്കേഴ്സും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു കസ്റ്റം AVR റാക്കും കാണാം. നമ്മളിപ്പോൾ ഇവിടെ ഈ തിയേറ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയി. ഇപ്പോൾ ഈ 1 ഇയറിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയിൻസ് എന്നുള്ള സാധനം നിലവിൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ യൂസേജ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നു. റിക്ലൈനേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 2 കുട്ടികളുണ്ട്, 2 പേരും തല്ലി തകർത്താണ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് തന്നെ ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകൾ വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിലും നമ്മളത് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വന്ന് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. മേ ബി ഒരു 2 ഡേയ്സിനകത്ത് നമുക്ക് ഈ റിക്ലൈനേഴ്സ് വരെ അവർ റെക്ടിഫൈ ചെയ്ത് തന്നിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡിൽ നമുക്ക് അധികം കംപ്ലയിൻസ് ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു സൗണ്ടിൻ്റെ ഒരു വേരിയേഷൻ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് മേ ബി ഒരു 1 or 2 ഡേയ്സിനകത്ത് തന്നെ വന്നു കഴിഞ്ഞിട്ട് ആ ഒരു കോൺഫിഗറേഷൻ ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് എപ്പോഴും നമുക്ക് ചെയ്യേണ്ടായിരുന്നു. അത് നമുക്ക് വളരെ ഒരു സാറ്റിസ്ഫൈയിങ് ഫീലാണ്. കാരണം നമ്മൾ ഏത് രാത്രിയിൽ ചിലപ്പോൾ രാത്രി നമുക്കൊരു നെറ്റ് കിട്ടാതെ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഇഷ്യൂ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എന്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും എത്ര രാത്രി വിളിച്ചു കഴിഞ്ഞാലും വന്ന് അല്ലെങ്കിൽ ഫോണിലാണെങ്കിലും അത് പെട്ടെന്ന് കണക്ട് ചെയ്ത് നമുക്ക് റിസോൾവ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിതിൽ വളരെയധികം ഹാപ്പിയാണ്.